എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്ട്രോങ് ബ്ലാക്ക് കോഫി, പാലും പഞ്ചസാരയും ഒന്നും ഇടാതെ കുടിക്കാൻ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 4 മാസം മുമ്പാണ് ഞാൻ ഈ ശീലം തുടങ്ങുന്നത്. ഷുഗർ കട്ടൊക്കെ ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ പഞ്ചസാര എല്ലാത്തിൽ നിന്നും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലാക്ക് കോഫിയിൽ നിന്നും ഒഴിവാക്കി ഞാൻ കുടിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കയ്പ്പായിരുന്നു, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ പിന്നെയും ഞാൻ സ്ഥിരമായിട്ട് അത് കുടിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കിക്ക് ഭയങ്കര ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തന്നു. പിന്നെ ഇതിൻ്റെ കയ്പ്പ് പോരാൻ തോന്നിയിട്ട് കുറച്ചുകൂടെ കാപ്പിപ്പൊടി ഇട്ട് ഭയങ്കര സ്ട്രോങ് ആക്കി കുടിക്കാൻ തുടങ്ങി. അത് പിന്നെ എൻ്റെ അങ്ങ് ശീലമായി. അതിൽ നിന്ന് കുറേ ബെനിഫിറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഈ ബ്ലാക്ക് കോഫി കുടിക്കുമ്പം നമ്മുടെ ഉറക്കക്ഷീണമൊക്കെ മാറുമല്ലോ. അതുപോലെ തന്നെ ഡയറ്റൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് നല്ല വിശക്കുമ്പം ഒരു കപ്പ് കോഫി കുടിക്കുകയാണെങ്കിൽ ആ വിശപ്പ് ചെറുതായിട്ടങ്ങ് കുറയുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ വേറെയും കുറേ ബെനിഫിറ്റുകൾ ബ്ലാക്ക് കോഫി കുടിക്കുന്നത് കൊണ്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ ആൻറ്റി ഡിപ്രസൻ്റാണ്. നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും, ലിവർ ഡാമേജ് കുറയ്ക്കും, നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ അതൊരു കിഡിലെ ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. WHO നിർദ്ദേശപ്രകാരം ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഒരു ദിവസം 400 മില്ലിഗ്രാം കഫീൻ വരെ കൺസ്യൂം ചെയ്യാം. അതായത് ഏകദേശം 4 കപ്പ് കോഫി വരെ കുടിക്കാം. ഈ കോഫി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചേർത്ത് വെച്ച് പറയുന്നൊരു വാക്കാണ് ഈ കഫീൻ എന്നത്. ശരിക്കും എന്താണ് ഈ കഫീൻ? കോഫി പ്ലാന്റിൻ്റെ ഒരു ആക്റ്റീവ് കോൺസ്റ്റുവൻ്റാണ് ഈ കഫീൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ നാച്ചുറലി ഒക്യൂർ ചെയ്യുന്ന പ്ലാന്റ്സിനെ ഹെർബ്സിനെയൊക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് കെമിക്കൽ കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ടോ ഉണ്ട്. അതിനെയാണ് ആക്റ്റീവ് കോൺസ്റ്റുവൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് കഫീൻ്റെ കെമിക്കൽ സ്ട്രക്ചർ. കഫീൻ ഒരു ആൽക്കലോയിഡ് കോമ്പൗണ്ടാണ്. കഫീൻ കൂടാതെ വേറെയും കുറേ ആക്റ്റീവ് കോൺസ്റ്റുവൻസ് കോഫി ബീൻസിലുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ക്ലോറോജനിക് ആസിഡ്, ട്രൈഗോണലിൻ, ഡൈറ്റർപെൻസ്, പിന്നെ കുറേ മൈക്രോ ന്യൂട്രിയൻസ്, അങ്ങനെ കുറേ. ഈ കോഫി കുടിക്കുമ്പോൾ നമുക്ക് ഉറക്കം പോകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ കഫീൻ ഒരു CNS സ്റ്റിമുലൻ്റ് ആയതുകൊണ്ടാണ്. അതായത് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെ കഫീൻ ഉത്തേജിപ്പിക്കും. നമ്മുടെ ബ്രെയിനിൽ മെസ്സേജസ് പാസ് ചെയ്യാൻ ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസിലൂടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് കെമിക്കൽ സിഗ്നൽസ് ആയിട്ട് പാസ് ചെയ്യുക. പ്രധാനമായി 3 തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണുള്ളത്: ഇൻഹിബിറ്ററി, എക്സൈറ്ററ്ററി, മോഡുലേറ്ററി. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ മൂഡും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഫിസിക്കൽ ആക്ഷനും ഒക്കെ ചേഞ്ച് ചെയ്യുക. ഇനി കഫീൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്ഷീണമൊക്കെ തോന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അഡിനോസിൻ. അഡിനോസിൻ ന്യൂറോണിൽ നിന്നും റിലീസായി തൊട്ടപ്പുറത്തുള്ള ന്യൂറോണിലെ അഡിനോസിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്താണ് അതിൻ്റെ ആക്ഷൻ എക്സേർട്ട് ചെയ്യുന്നത്. എന്നാൽ അഡിനോസിൻ്റെ സിമിലർ സ്ട്രക്ചറുള്ള കഫീൻ അഡിനോസിൻ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും അഡിനോസിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് അതിൻ്റെ ആക്ഷൻ എക്സേർട്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയും അങ്ങനെ നമ്മുടെ ക്ഷീണം മാറ്റുകയുമാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഏതൊരു കാര്യത്തിനും ദൂഷ്യവശമുള്ളതുപോലെ തന്നെ ഒരളവിൽ കൂടുതൽ കഫീൻ ഒരു ദിവസം കൺസ്യൂം ചെയ്താൽ അത് ശരീരത്തിനെ നെഗറ്റീവായി തന്നെ ബാധിക്കും.